നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി സപ്ലൈകോയുടെ ഓണച്ചന്ത മാവേലി സ്റ്റോറിന് സമീപം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. വിൽപ്പനയ്ക്കായി മദ്യം കടത്തിയ ആൾ പിടിയിൽ. അതിരപ്പിള്ളി കണ്ണൻകുഴി സ്വദേശി കാട്ടുപറമ്പിൽ ഷാജി എന്ന് വിളിക്കുന്ന സജീവനാണ് പിടിയിലായത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ സപ്തസദസ്സിന്റെ ഉദ്ഘാടനം നടത്തി. ഭൂമിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംസ്ഥാനതല സ്നേഹസംഗമം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി സപ്ലൈകോയുടെ ഓണച്ചന്ത മാവേലി സ്റ്റോറിന് സമീപം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. 14-ാം തീയതി വരെ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയിൽ എല്ലാവിധ പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ്. ചാലക്കുടി ബ്ലോക്ക് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ കീഴിലാണ് പച്ചക്കറി ചന്ത പ്രവർത്തിക്കുന്നത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, അനിൽ കദളിക്കാടൻ, വിൻസെന്റ് പാണാട്ടുപറമ്പിൽ, NA സനൂജ, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ A ഇന്ദു, റേഷനിംഗ് ഇൻസ്പെക്ടർ ദീപ ചന്ദ്രൻ, ഉത്തര TS തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പുതുക്കാട് KSRTC ഡിപ്പോയിലേക്ക് കൂടുതൽ ഡ്രൈവർമാരെ നിയമിച്ച് മുടങ്ങിക്കിടക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് തൃശൂർ DTO TA ഉബൈദ് അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള പരാതികളെ തുടർന്നാണ് MLA അടിയന്തര യോഗം വിളിച്ചത്. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്ര ആരംഭിക്കാൻ തീരുമാനം. ആമ്പല്ലൂരിൽ നിന്നുള്ള ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള യാത്ര സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് സംഘടിപ്പിക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, ടെസി വിൽസൺ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ MS സോമൻ, തൃശൂർ KSRTC ഇൻസ്പെക്ടർ AV രാജ്മോഹൻ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MLA ചെയർമാനും പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ കൺവീനറുമായി ജനകീയ കമ്മിറ്റി രൂപവൽക്കരിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും കമ്മിറ്റിയിൽ അംഗങ്ങളാകും. മണ്ഡലത്തിലെ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ കത്തിന്റെ പകർപ്പ് MLA DTOയ്ക്ക് കൈമാറി. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം പ്രസിഡന്റ് മാറിയതോടെ തുടങ്ങിയ പടല പിണക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും പ്രകടമായത്. 4 അംഗങ്ങളുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് 3-ഉം CPIയുടെ ഒരംഗത്തിനുമായിരുന്നു വോട്ടവകാശം. സാധാരണ നിലയിൽ മത്സരത്തിന് സാധ്യതയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി പ്രിൻസിയെ നിർദ്ദേശിച്ചു. ഇതോടെ എതിർ ഗ്രൂപ്പിലെ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ എന്നിവർ മത്സര സന്നദ്ധതയറിയിച്ചു. നേരത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന പ്രിൻസ് ഫ്രാൻസിസിന്റെ കാര്യത്തിൽ പ്രസിഡന്റിനും അതൃപ്തിയുണ്ടായിരുന്നു. ദിനിൽ ഉറച്ചു നിന്നതോടെ കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPI അംഗം അശ്വതി പ്രിൻസിക്ക് വോട്ട് ചെയ്തതോടെ 2 പേർക്കും 2 വോട്ട് വീതമായി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ പ്രിൻസി വിജയിക്കുകയായിരുന്നു.
പ്രസിഡന്റ് CPI അംഗത്തെ വശത്താക്കിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തതെന്നാണ് എതിർപക്ഷത്തിന്റെ ആരോപണം. നേരത്തെ തെരഞ്ഞെടുപ്പ് ധാരണ അട്ടിമറിച്ചാണ് കെ രാജേശ്വരി പ്രസിഡന്റായതെന്നും മറുപക്ഷം പറയുന്നു. വിൽപ്പനയ്ക്കായി മദ്യം കടത്തിയ ആൾ പിടിയിൽ. അതിരപ്പിള്ളി കണ്ണൻകുഴി സ്വദേശി കാട്ടുപറമ്പിൽ ഷാജി എന്ന് വിളിക്കുന്ന സജീവനാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടയിലാണ് സജീവൻ ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത്. പ്രൈവറ്റ് ബസ്സിൽ 6 ലിറ്റർ വിദേശ മദ്യം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KN സുരേഷ്, PP ഷാജി, ഡ്രൈവർ ഷാൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ സപ്തസദസ്സിന്റെ 2024-25 അക്കാഡമിക വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ഗായകരായ ജോബൽ റോയും റൂഷേൽ റോയും ചേർന്ന് നിർവഹിച്ചു. കോളേജിലെ സർഗപ്രതിഭാ സംഗമ വേദിയാണ് സപ്തസദസ്. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, സപ്തസദസ് ഭാരവാഹികളായ ഷിജി VK, ക്രിസ്റ്റഫർ ലൂയിസ്, നീതു നാസർ, സപ്തസദസ്സിന്റെ വിദ്യാർത്ഥി പ്രതിനിധി മെറിൻ ബേബി എന്നിവർ പങ്കെടുത്തു. സഹൃദയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ ജോബേൽ റോയ്, CTV സരിഗമപ സെമി ഫൈനലിസ്റ്റ് മിസ് റൂഷ്യൽ റോയ് എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ. തുടർന്ന് ഗാനവിരുന്നും സഹൃദയയുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പ്രകടനങ്ങളും സംഘടിപ്പിച്ചു. ഭൂമിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംസ്ഥാനതല സ്നേഹ സംഗമം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം ഗാന്ധിനഗർ ലയൺസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി KCF സംസ്ഥാന പ്രസിഡന്റ് R സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമിക ചെയർമാൻ വിക്ടർ, MD ജയദേവൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ തണൽ അംഗങ്ങളുടെ ഓണാഘോഷവും കലാമേളയും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ തണൽ 2ാം വാർഡ് പ്രസിഡന്റ് PK ജോസഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മീനു വയോജനങ്ങൾക്ക് ജീവിതശൈലിയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച ജൈവ കർഷക അവാർഡ് നേടിയ CK രാജീവ് ചെറായിയെ ചടങ്ങിൽ ആദരിച്ചു. PP ചന്ദ്രൻ, തണൽ ഭാരവാഹികളായ വിൻസെന്റ് പുളിക്കൻ, ജോളി ചുക്കിരി, ഡേവിസ് അക്കര, റപ്പായി തൃക്കുകാരൻ എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ BP പരിശോധിക്കുകയും ആയതിന്റെ നിർദ്ദേശങ്ങളും നൽകി. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി സർവീസ് റോഡിലേക്ക് മറിഞ്ഞു. നാമക്കല്ലിൽ നിന്നും വളം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടനെല്ലൂർ മേൽപ്പാലം ഇറങ്ങി പാലിയേക്കര ഭാഗത്തേക്ക് വരുന്നതിനിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ദേശീയപാതയും സർവീസ് റോഡും വേർതിരിക്കുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ലോറി സർവീസ് റോഡിനു കുറുകെ മറിഞ്ഞു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി മറിഞ്ഞതോടെ വളത്തിലുണ്ടായിരുന്ന പുഴുക്കൾ സമീപത്തെ വീട്ടിലേക്ക് വ്യാപകമായി കയറിയത് വീട്ടുകാരെയും ദുരിതത്തിലാക്കി. വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷനായി. MK ശൈലജ ടീച്ചർ, ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, മിനി S, അമൃത നിഷാന്ത്, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കേരളം ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുഷ് വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും ചെങ്ങാലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ തണൽ സംഘങ്ങളുടെ സഹകരണത്തോടെ പുതുക്കാട് സെയിന്റ് ആന്റണീസ് മിനി പാരിഷ് ഹാളിൽ വയോജനങ്ങൾക്കായുള്ള ആയുർവേദ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും നടത്തി.
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനപ്രതിനിധികളായ സെബി കൊടിയൻ, ഷൈനി ജോജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത പി.കെ, മെമ്പർമാരായ ആൻസി ജോബി, സുമ ഷാജു, രശ്മി ശ്രീഷോപ്പ്, ഷാജു കാളിയങ്ങര, ഫിലോമിന ഫ്രാൻസിസ്, സജീവൻ CP, TK ചാക്കുണ്ണി എന്നിവർ സംസാരിച്ചു. നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 12:30 പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് അമ്മൂസ് ഫുഡ്വെയർ എന്ന സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു. പെരിഞ്ഞനം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ, ജയൻ കൂവക്കാടൻ, വർഗീസ്, സിജോ പുന്നകര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ദിനിൽ പാലാപ്പറമ്പിൽ, ജിജോ ജോൺ, മനോജ് സുന്ദർ, സുന്ദരൻ വേണ്ടോർ, സന്തോഷ്, പോൾസൺ, TC മോഹൻ, ടിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചെങ്ങാലൂർ SN പുരം തെങ്ങിൽ ഗിരിജന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. 3 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 6 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 പേർ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചെങ്ങാലൂരിലെ ശാന്തി കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം ഏൽപ്പിച്ചത്. ചിക്കൻ ബിരിയാണിയും മീൻകറിയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 15 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പുതുക്കാട് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ചടങ്ങ് നടന്നത്. തൊട്ടടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിച്ചവർക്ക് ഛർദിയും വയറിളക്കവും പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സപ്ലൈകോയുടെ ഓണച്ചന്ത മാവേലി സ്റ്റോറിന് സമീപം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. വിൽപ്പനയ്ക്കായി മദ്യം കടത്തിയ ആൾ പിടിയിൽ. അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി കാട്ടുപറമ്പിൽ ഷാജി എന്ന് വിളിക്കുന്ന സജീവനാണ് പിടിയിലായത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ സപ്തസദസ്സിന്റെ ഉദ്ഘാടനം നടത്തി. ഭൂമിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംസ്ഥാനതല സ്നേഹ സംഗമം നടത്തി.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.